ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 21-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. എത്ര മനോഹരമായ വചനമാണിത്. ദൈവ സാന്നിധ്യം വഴി നമ്മയെല്ലാം കർത്താവ് ആനന്ദിപ്പിക്കുകയാണ്. നമ്മൾ ഒരുപാട് പേര് ഇന്ന് വലിയ കഷ്ടതയിലും ദുരിതത്തിലുമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ വിവിധങ്ങളായ കഷ്ടനഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ട ആനന്ദമുണ്ട്, നന്മകളുണ്ട്. ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്താം. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള വിശപ്പ് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ നന്മകൾ ഉണ്ടാകും. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾ അനുദിനം ദൈവകൃപയിൽ വളരും. ഈ വലിയ ബോധ്യത്തോടെ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വിശ്വാസ ചൈതന്യമായി, വിശ്വാസ ചൈതന്യമായി പതിനായിരങ്ങളിൽ നിറയണമേ, പതിനായിരങ്ങളിൽ നിറയണമേ. പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളിലേക്കും തകർച്ചകളിലേക്കും വേദനകളിലേക്കും പരിശുദ്ധാത്മാവേ വരണമേ, ആനന്ദത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ പ്രകാശിക്കണമേ, ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ ജീവിതം ആനന്ദ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിന് ആനന്ദം നമ്മുടെ കർത്താവ് തന്നെയാണ്. ദൈവവചനത്തിൽ ഹൃദയമുറപ്പിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലുള്ള നമ്മുടെ ആനന്ദം പങ്കുവെച്ച് അതങ്ങ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. സ്തുതികൾക്ക് അർഹനായ കർത്താവേ, ആരാധനയ്ക്ക് യോഗ്യനേ, കരമടിച്ച് എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. ചേർത്ത് പാടിക്കുക എല്ലാവരും. ആനന്ദം അങ്ങ് എൻജോയ് ചെയ്ത് പാടിക്കേ. ഉല്ലാസമുണ്ട്, എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്നും കൂട്ടായിട്ട് കൂടെയുള്ളവൻ. അവനത്രേ നമ്മുടെ യേശു. ഒന്ന് കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, അഭിഷേകം പകരണമേ. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. അതങ്ങ് എക്സ്പ്രസ് ചെയ്ത് അനുഭവിച്ചു പാടുകേ. സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എത്ര ദുഃഖം എന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു എന്നെ വളഞ്ഞെന്നാലും, കർത്താവേ ഞാൻ പിന്മാറുകയില്ല, ഞാൻ അങ്ങയിൽ ശരണപ്പെടും. കർത്താവേ, ശത്രു എന്നെ വളഞ്ഞെന്നാലും എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക. ഈശോയേ, രാജാവാണവൻ, എന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുകേ. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. കർത്താവേ, പകരുക പതിനായിരങ്ങളിലേക്ക് ആനന്ദത്തിന്റെ അഭിഷേകം പകരുക. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്നും കൂട്ടായിട്ട് കൂടെയുള്ള ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചു പാടുകേ. ഈശോ, 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 കൂട്ടായിട്ട് കൂടെ ഏത് പ്രതിസന്ധിയിലും എന്റെ കൂട്ടായിട്ട് കൂടെയുള്ളവൻ.
എന്നും കൂട്ടായിട്ട് കൂടെയുള്ളവൻ, എന്നും കൂട്ടായിട്ട് കൂടെയുള്ളവൻ. ഈശോയെ ഈശോയെ ഈശോയെ, ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയെ രാജാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടണമേ. തകർന്നിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന, നിരാശപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന പതിനായിരങ്ങളിലേക്ക് കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, പാപശക്തികളെ, എതിർ ശക്തികളെ, വിപരീത ബുദ്ധികളെ അങ്ങയുടെ ശക്തിയുടെ സാന്നിധ്യം വഴി നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് ദൈവകൃപ നിറഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നാമം വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കേ. തളർന്നു പോകാതെ തീഷ്ണതയോടെ വിളിക്കുന്നു, ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിസന്ധിയുടെ നാളുകളിൽ, കോവിഡിന്റെ നാളുകളിൽ കർത്താവേ, അവിടുത്തെ പരിപാലന കരങ്ങൾ നീട്ടിത്തരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ട സകല നന്മകളുമുണ്ടല്ലോ. ആ നന്മകളെല്ലാം അനുഭവിച്ച് കാലഘട്ടത്തിന്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന അനേകം ജീവിതങ്ങൾ അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രാജ്യങ്ങളെ, ഗവൺമെന്റുകളെ, രാജ്യത്തലവന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാരതത്തെയും ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങൾ കൊച്ചു കേരളത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ ചുറ്റുമുണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കോവിഡ് മാത്രമല്ല, പ്രളയം മൂലം വിഷമിക്കുന്നവരെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ, പലവിധ രോഗങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവരെല്ലാം അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ. താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, പ്രതിസന്ധിയുടെ നാളുകളിൽ അമ്മ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതം ബലപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ ജീവിതം, ആനന്ദ ജീവിതം. വിശ്വാസ ജീവിതം, ആനന്ദ ജീവിതം. പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മൾ അനേകരിന്ന് ദുഃഖിതരാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യാശയ്ക്ക് നമുക്ക് അധികം വക കാണുന്നില്ല. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ആശങ്കകളും ആകുലതകളെല്ലാം നമ്മെ ഒരുപാട് ഭരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അരൂപി വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാം തിരുവചനം. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾക്ക് ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ സന്തോഷിക്കാൻ നമുക്ക് എന്ത് വകയുള്ളത്?
നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും തകർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും കണക്കുകളെ നമുക്ക് ഏവർക്കും പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ നാളുകളിൽ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. നമുക്ക് എന്താണ് സന്തോഷിക്കാൻ വകയുള്ളത്? നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എത്ര അർത്ഥപൂർണമായ വചനമാണിത്! എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ജോയ് ജോയ് ജോയ്, ആനന്ദത്തിൻ്റെ സ്പിരിറ്റ് എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. ഇത് മങ്ങിപ്പോകുവാൻ നമ്മൾ ഒന്നിനെയും അനുവദിക്കരുത്. വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ്. എന്താണ് വിശ്വാസം? കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് വിശ്വാസം. ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്രകാരം പറഞ്ഞു, ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള എൻകൗണ്ടറാണ്, കണ്ടുമുട്ടലാണ്. കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. ഈ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 39-ാമത്തെ വചനം. ആ വചനത്തെ തൊട്ടു മുൻപ് ഒരു വ്യക്തി കർത്താവായ യേശുവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ സ്വർഗം എന്തുമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഷണ്ടൻ ഫിനാൻഷ്യൽ മിനിസ്റ്ററാണ്. ജെറുസലേമിൽ ആരാധിച്ച് തിരിച്ചു വരികയാണ്. തൻ്റെ രഥത്തിലിരുന്ന് വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് പീലിപ്പോസിനോട് പറയും, നീ ആ രഥത്തിനോട് ചേർന്ന് നടക്കുക. തുടർന്ന് നമുക്ക് കാണാൻ പറ്റും, പീലിപ്പോസിന് ശുശ്രൂഷ വഴി ഈ ഷണ്ടൻ വെറും ഒരു സാധാരണക്കാരനല്ല, ഒരു രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ്. വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ കണ്ണുകളെ പരിശുദ്ധാത്മ തുറന്നു കൊടുക്കുകയാണ്. ഈ തിരുവചന ഭാഗങ്ങളെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഷണ്ടന് മനസ്സിലായി, കർത്താവായ യേശുവിലാണ് രക്ഷ. അദ്ദേഹം പീലിപ്പോസിനോട് ചോദിക്കും, എനിക്ക് രക്ഷ ലഭിക്കണം, എനിക്ക് സ്നാനം നൽകണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് പീലിപ്പോസ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അദ്ദേഹത്തിന് മാമുദീസ കൊടുക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പീലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി 39-ാമത്തെ വചനം പറയുകയാണ്, ഈ ഷണ്ടൻ കർത്താവായ യേശുവിനെ സ്വന്തമാക്കി. കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഒരു എൻകൗണ്ടർ അവിടെ സംഭവിക്കുകയാണ്. തുടർന്ന് എന്താ ഉണ്ടായത്? സന്തോഷഭരിതനായി അദ്ദേഹം തുടർന്ന് യാത്ര ചെയ്തുവെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തുക. സന്തോഷഭരിതനായി. നമ്മൾ ചിന്തിച്ചു നോക്കി, കോടാനുകോടി സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണോ ഈ ഷണ്ടൻ സന്തോഷഭരിതനായത്? അദ്ദേഹത്തിന് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചപ്പോഴാണോ? ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ഒരു നേട്ടവും ഉയർച്ചയും ഈ മനുഷ്യന് ആ സമയത്ത് ലഭിച്ചിട്ടില്ല. എന്നാൽ കർത്താവായ യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ, ക്രിസ്തുവിന് ലഭിച്ച സാൽവേഷൻ അദ്ദേഹം അത് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ ആനന്ദമുണ്ടാവുകയാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ യഥാർത്ഥ മർമ്മം കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. സന്തോഷഭരിതനായി യാത്ര ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് ഈ ഒരു ആനന്ദമാണ് വേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 16:34 ബന്ധപ്പെട്ട് ഇത് തന്നെ കർത്താവ് ആവർത്തിക്കുകയാണ്. ആ കാരാഗൃഹ പ്രമാണി വിശുദ്ധ പൗലോസ് അദ്ദേഹത്തോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. അപ്പോസ്തല പ്രവർത്തനം 16:31 നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം കേട്ട് ആ ജയിൽ വാർഡനും കുടുംബവും മാമോദീസ സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെടുകയാണ്. കർത്താവായ യേശുവിനെ അവർ കണ്ടുമുട്ടുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച്, ഈ ഒരു എൻകൗണ്ടർ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇതാണ് റിയൽ ആയിട്ടുള്ള ഫെയ്ത്ത്. നമ്മൾ പേരുകൊണ്ട് ക്രൈസ്തവരാണെങ്കിലും എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്? കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഫലപ്പെടും. ഈ ജീവിതം കൊണ്ട് അനേകം ആയിരങ്ങൾ
കർത്താവിൻ്റെ സഭയിലോട്ട് കടന്നു വരും. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി തിരിച്ചറിയും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഇടവരും. ഇവിടെ അതാണ് സംഭവിച്ചത്. അവരെ മാമോദീസ സ്വീകരിച്ചു. തുടർന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബവും അത്യന്തം ആനന്ദിച്ചു. ഹല്ലേലൂയ! എത്ര മനോഹരമായ വചനമാണത്. കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവീക ദാനമാണ് ജോയ്, ആനന്ദം. ആനന്ദം, അത്യന്തം ആനന്ദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആനന്ദത്തിൻ്റെ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ട് എത്ര പേര് ഇന്ന് കർത്താവിനെ കണ്ടുമുട്ടുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ട് ഇന്ന് എത്രയോ ജീവിതങ്ങൾ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണിത്. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആനന്ദമുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്, വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ഈ ഷണ്ഡനും ജയിൽ വാർഡനൊക്കെ ലഭിച്ച, ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് ലഭിച്ച ഒരു ആനന്ദം, അതിൻ്റെ തീവ്രത നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഇന്ന് ദുഃഖിതരും, നിരാശിതരും, അസംതൃപ്തരും, പിറുപിറുക്കുന്നവരും, പരാതിക്കാരുമായി കർത്താവിൻ്റെ ജനം മാറിക്കൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ കാരണം? ഈ മർമ്മം നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഈ ഒരു അഭിഷേക നിറവിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. COVID-19 ഈ നാളുകളിൽ കർത്താവിൻ്റെ അരൂപി നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു ജീവിത ശൈലി നമ്മളെല്ലാം സ്വന്തമാക്കുവാനാണ്. പക്ഷെ പത്രോസ്ലീഹ സഭയോട് പറയുകയാണ്, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. വിശ്വാസ ജീവിതത്തിൽ പരിശോധനകളും പ്രതിസന്ധികളും സഹനങ്ങളും കഷ്ടനഷ്ടങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതിൽ വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണം? നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? പെറുപെറുപ്പോ പരാതിയോ അസ്വസ്ഥയോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, അതിൽ ആനന്ദിക്കുക, അതിൽ ആനന്ദിക്കുക. വീണ്ടും 8-ാം തിരുവചനത്തിലോട്ട് വരിക. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ മുഴുകുന്നു. ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. എന്താ വിശുദ്ധ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നു. നമ്മൾ ആരും ജീവനോടെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കർത്താവിനെ നേരിട്ട് ആരും കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അവനെ സ്നേഹിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നുണ്ട്. ആയതിനാൽ നമ്മൾ അവിടുത്തെ സ്നേഹിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും കർത്താവ് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ മുഴുകുന്നു. ഈ വചനം ആർക്കുള്ളത് പ്രിയപ്പെട്ടവരെ? നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. പ്രത്യേകിച്ച് COVID-19 ഈ നാളുകളിൽ നമ്മൾ പലരും തളർന്നും തകർന്നും ഇരിക്കുമ്പോൾ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം ഈ സമയം നമുക്ക് നൽകുന്നത്? യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ മുഴുകുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വചനത്തിൻ്റെ 7 അയലക്കത്തേക്ക് പോലും എനിക്കെത്താൻ പറ്റിയിട്ടില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എന്താ യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഈ ഒരു ജീവിത ശൈലിയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ഒന്നുമില്ലെങ്കിൽ പോലും അവാച്യമായ മഹത്വപൂർണമായ സന്തോഷം കൊണ്ട് അങ്ങ് എൻജോയ് ചെയ്യുക. ഈ ഒരു ജീവിത ശൈലി കണ്ടാണ് ആദിമ സഭയിൽ ആയിരങ്ങൾ 10,000 കൂട്ടം കൂട്ടമായി കർത്താവിൻ്റെ സഭയിലോട്ട് കടന്നു വരുവാൻ
കാരണമായത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കി. ഫിലിപ്പി സഭയോട് അദ്ദേഹം പറയുകയാണ് 4-ാം അധ്യായം 4-ാം വചനത്തിൽ, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇതെവിടെ വെച്ചാൽ പറയണമെന്നറിയോ? കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ യാതൊരു സൗകര്യങ്ങളുമില്ല. കാരാഗൃഹത്തിൻ്റെ പീഡനവും അവിടുത്തെ നൊമ്പരങ്ങളെല്ലാം അനുഭവിച്ച് പൗലോസ് കിടക്കും. പൗലോസ് പറയാം, റിജോയ്സ്, 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 നിങ്ങൾ ആനന്ദിക്കുക. ഇതിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ദൈവത്തിൻ്റെ ജനം സന്തോഷിക്കേണ്ടത്. സന്തോഷിക്കാൻ ഒരു വകയും പൗലോസിനുണ്ടായിരുന്നില്ല. പൗലോസിൻ്റെ ലേഖനങ്ങളും അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? കർത്താവ് മാത്രമാണ് സമ്പത്ത്, വേറൊന്നും തന്നെയില്ല. തനിക്ക് ലഭിക്കുന്നത് മുഴുവൻ പീഡനങ്ങള്, അത്യാഹിതങ്ങള്, അപകടങ്ങള്, ആപത്തുകള്, അവഗണനകള്, ഞെരുക്കങ്ങള്. പക്ഷെ ഇതിനൊക്കെ നടുവിലും പൗലോസ് പറയാണ്, ആനന്ദിക്കുക, ആനന്ദിക്കുക, ആനന്ദിക്കുക. അപ്പോൾ വിശ്വാസ ജീവിതം എന്താ പ്രിയപ്പെട്ടവരെ? ആഴത്തിലുള്ള നിലനിൽപ്പാണ് ക്രിസ്തീയ വിശ്വാസം. ഇതാണ് പൗലോസ് പറയുന്നത്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12:10. ഞാൻ ചുമര് വെറും വാക്ക് പറയല്ല, പലപ്പോഴും ഞാൻ വായിക്കുന്ന ഒരു വചനമാണ്, പല പ്രാവശ്യം വായിക്കുന്നതാണ്. നമ്മളെല്ലാവരും ഈ വചനം വായിക്കണം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കത്തിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. വിശുദ്ധ പൗലോസ് എന്തിനാണ് സന്തോഷിച്ചിരുന്നത്? നമ്മൾ എന്തിനാണ് സന്തോഷിക്കുന്നത്? ജോലിയിൽ പ്രമോഷൻ കിട്ടുമ്പോൾ, കയ്യിൽ കുറേ കാശ് വരുമ്പോൾ, കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ, മക്കൾക്ക് പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് കിട്ടുമ്പോൾ, സമൂഹം നമ്മളെ മാനിക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ ലഭിക്കുമ്പോൾ, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ ആവോൾ അനുഭവിക്കാൻ പറ്റുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഇങ്ങോട്ട് നോക്കുക, പൗലോസ് എവിടെയാണ് സന്തോഷിച്ചത്? ബലഹീനതകളിലെ, ആക്ഷേപങ്ങളിലെ. നമുക്കെതിരെ പല ആക്ഷേപങ്ങളുണ്ടാകും. മനസ്സിൽ പോലും അറിയാത്ത പല കാര്യങ്ങളും പലരും അടിച്ചുവിടും, പറഞ്ഞു വരുത്താം. ആക്ഷേപങ്ങളിൽ സന്തോഷിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. വീണ്ടും പൗലോസ് പറയുക, ഞെരുക്കങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട്. അനേകരുടെ ജോലി പോകുന്നു, ബിസിനസ് ഇല്ല, കുടുംബം പുലർത്താൻ തന്നെ അനേകരെ കഷ്ടപ്പെടുകയാണ്. ഞെരുക്കത്തിൻ്റെ നാളുകളിലും പ്രത്യാശ നഷ്ടപ്പെടരുത്. ഈ ഞെരുക്കങ്ങളിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യാൻ കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞെരുക്കങ്ങളിൽ സന്തോഷിക്കുക, ആക്ഷേപങ്ങളിൽ സന്തോഷിക്കുക, ബലഹീനതകളിൽ സന്തോഷിക്കുക. 4-ാമത് പൗലോസ് പറയുക, പീഡനങ്ങളിൽ, മാനസികമായ ശാരീരികമായ പലവിധ പീഡനങ്ങൾ നമുക്കുണ്ടാകും. ഈ പീഡനങ്ങളിലും സന്തോഷിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി, ദൈവത്തിൻ്റെ പൈതൽ. 5-ാമത് പൗലോസ് പറയാണ്, അത്യാഹിതങ്ങളിലെ, നഷ്ടപ്പെടലുകളിലെ ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത ചില ദുരന്തങ്ങൾ സംഭവിക്കും. ഈ അത്യാഹിതങ്ങളിലൊക്കെ ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണെന്ന് പൗലോസിൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാ ഈ ആലോചനകൾ ദൈവം നമുക്ക് തരുന്നത്? നമ്മളിത് കേട്ട് ചുമ്മാ പോവാനല്ല. ഈ ഒരു ജീവിത ശൈലി നമ്മൾ സ്വന്തമാക്കണം, പ്രത്യേകിച്ച് ഇനിയുള്ള നാളുകളിലെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വചനം. അവിടെ വീണ്ടും പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാ, ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു, ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി, ഇതാണ് ക്രിസ്തീയ പക്വത, ഇതാണ് ജെനുവിനായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ്. ഈ ഒരു ജീവിതത്തിലേക്കാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്.
ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണമോ സൗകര്യങ്ങളോ ലോകത്തിന് മാനദണ്ഡം അനുസരിച്ചുള്ള നേട്ടങ്ങളോ ഉയർച്ചകളോ ഒന്നും കാണത്തില്ല. വിറ്റുകൾ പൊട്ടന്മാരാണ്, പൊട്ടികളാണ്, ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ പലരും പറഞ്ഞു എന്ന് വരാം. പക്ഷെ നമ്മുടെ അകത്തുണ്ടാകുന്നൊരു സന്തോഷം ലോകത്തിന് പിടികിട്ടത്തില്ല. അതാ പൗലോസ് പറയുന്നത്, ഞങ്ങൾ സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്ന. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സമ്പന്നത എന്താ പ്രിയപ്പെട്ടവരെ? ഒന്നുമില്ലെങ്കിൽ പോലും അതിലൂടെ അനേകരെ എൻകറേജ് ചെയ്യാണ്, അനേകരെ ബലപ്പെടുത്തുകയാണ്, അനേകർക്ക് പ്രത്യാശ കൊടുക്കുകയാണ്, അനേകരെ ദൈവസ്നേഹത്തിൽ ഉയർത്തുകയാണ്. ഇതാണ് യഥാർത്ഥ സമ്പന്നത. പൗലോസ് ഇതാ പഠിപ്പിക്കുന്നത്. മൂന്നാമത് പറയുന്നതാണ്, ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും ഞങ്ങളെല്ലാം ആർജിച്ചിരിക്കുന്നു. ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് നമ്മൾ എന്ന് എത്തുക? എന്തോരം ധ്യാനം കൂടി നമ്മൾ, ആയിരക്കണക്കിന് വചനങ്ങൾ കേട്ടു, നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. എന്നാൽ ഈ ഒരു ജീവിത ശൈലിയിലോട്ട്, ഈ ഒരു കാഴ്ചപ്പാടിലോട്ട് നമ്മൾ എന്നാണ് എത്തുക? കൊറോണയുടെ നാളുകളിൽ കർത്താവ് ചില സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനൊക്കെയാണ് ഈ പ്രതിസന്ധികൾ താൽക്കാലികമായിട്ടാണെങ്കിലും സ്വർഗം അനുവദിച്ചിരിക്കുന്നത്. വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത, ഈ ജീവിതത്തിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കണം. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട മകൻ സാമുവേല് മരിച്ചു പോയപ്പോൾ സാധു കൊച്ചു കുഞ്ഞുപദേശി കർത്താവിൻ്റെ പ്രിയപ്പെട്ട വേലക്കാരനായിരുന്നു. മരിച്ചുപോയ തൻ്റെ കുഞ്ഞിനെ തൻ്റെ തോളിലെടുത്ത് താൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുന്ന കൊച്ചുമുറിയിൽ മുട്ടുമടക്കി തന്നെ വിളിച്ചവനായ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ആ ഭക്തന് പ്രകാരം പാടി, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. വിശ്വാസ ജീവിതം ആനന്ദ ജീവിതമാണെന്ന് സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ ജീവിതത്തിലൂടെ വീണ്ടും കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു ജീവിത ശൈലി നമുക്ക് സ്വന്തമാക്കാം. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന, നമ്മൾ പിൻപറ്റുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയും സമ്പന്നതയും തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.